മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭിന്നശേഷിക്കാരിയായ 16-കാരിയെ ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ. കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തത് ബന്ധുക്കൾ ആവശ്യപ്പെട്ടതിനാലാണെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് കൃത്യമായി ചികിത്സ നൽകിയിരുന്നുവെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, എന്തൊക്കെ കാര്യങ്ങളാണ് ആശുപത്രി അധികൃതർ സൂചിപ്പിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിന് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത കേരള വിഷൻ ന്യൂസ് തന്നെയായിരുന്നു ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നത്. ഇതിൽ പ്രധാനമായും മലപ്പുറം സ്വദേശി സുരേഷ് പറഞ്ഞ കാര്യം ആശുപത്രി അധികൃതർക്കെതിരെ വലിയ രീതിയിൽ ഒരു ആരോപണം തന്നെയാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ ആശുപത്രി അധികൃതർ യാതൊരു വിധത്തിലും പ്രതികരണവുമായി എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോട് കൂടിയിട്ടാണ് സൂപ്രണ്ട് ഈ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്റിലേറ്റർ ഇല്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അതായത് 3 തീവ്രപരിചരണ വിഭാഗത്തിൽ ആകെ 29 വെന്റിലേറ്ററുകളാണ് ഉള്ളത്. ഈ 29 വെന്റിലേറ്ററുകളിലും അത്യാഹിത വിഭാഗത്തിൽ ഉള്ള ആളുകൾ തന്നെയാണ്, അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇക്കാര്യം കുടുംബത്തിനെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13-ാം തീയതിയാണ് കൊണ്ടോട്ടിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് രാത്രി 13-ാം തീയതി രാത്രി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഡോക്ടർമാർ മരുന്നുകളോ മറ്റു അനുബന്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മരുന്നുകളൊന്നും തന്നെ കുട്ടിക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ചികിത്സ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വാർഡിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു കുടുംബം ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ആരോപണം പൂർണ്ണമായും തള്ളുകയാണ് ആശുപത്രി അധികൃതർ. അതായത് ഈ 13-ാം തീയതി രാത്രി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് കുട്ടിക്ക് വേണ്ടുന്ന മരുന്നുകളെല്ലാം തന്നെ ആശുപത്രി അധികൃതർ നൽകിയിട്ടുണ്ടായിരുന്നു. ആന്റിബയോട്ടിക് മരുന്നുകളും NRBയും ഓക്സിജൻ തെറാപ്പിയും കുട്ടിക്ക് ആ സമയത്ത് 13-ാം തീയതി രാത്രി തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ സ്ത്രീകളുടെ വാർഡിലേക്ക് കുട്ടിയെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെയാണ് നിലവിൽ വെന്റിലേറ്റർ ഒഴിവില്ല എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് വാർഡിൽ ഓക്സിജനും മരുന്നുകളടക്കം വാർഡിലേക്കും എത്തിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓക്സിജന്റെ അളവ് കുറഞ്ഞു എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള മരുന്നുകളും അതുപോലെ തന്നെ അനുബന്ധ ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള എല്ലാ വിധത്തിലുള്ള ചികിത്സയും കുട്ടിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ ആശുപത്രി ഇതിന്റെ ഭാഗമായി ഈ കുടുംബമാണ് ആശുപത്രി അധികൃതരോട് തന്നെ ഡിസ്ചാർജ് വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേസ് ഷീറ്റിൽ തങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത് എന്നുള്ളതും അത് കൂടാതെ തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വഴി മധ്യേ കുട്ടി മരിക്കാനും ഇടയുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇനി അറിയാനുള്ളത് ഈ കുടുംബത്തിന്റെ പ്രതികരണമാണ്. ഏതായാലും ആശുപത്രി അധികൃതർക്ക് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. കൃത്യസമയത്ത് കുട്ടിക്ക് ചികിത്സയും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ വിധത്തിലുള്ള ചികിത്സയും നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ കുട്ടിക്ക് ശാരീരിക വൈകല്യമുള്ള ഒരു കുട്ടിയാണ്. അതിനാൽ തന്നെ കുട്ടിക്ക് വേണ്ടുന്ന തെറാപ്പിയും മറ്റു ചികിത്സയും എല്ലാം തന്നെ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം ആശുപത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭിന്നശേഷിക്കാരിയായ 16-കാരി ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിലാണ് വിശദീകരണവുമായി ആശുപത്രി അധികൃതർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ